ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ മോളിന്ന് നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് എല്ലാവരൊക്കെ വിശേഷം കമൻറ്റ് ചെയ്യണേ. മക്കളൊക്കെ മദ്രസയിൽ പോയിക്കണം കേട്ടോ. അപ്പം നമ്മളുടെ രാവിലത്തെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. അമ്മയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് കേട്ടോ, എന്നും നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മിമേലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. എല്ലാം നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ്. അപ്പം അതിലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ, പഴയ കാലത്തിൻ്റെ എല്ലാ രുചിയും സ്നേഹവും ഒക്കെ അതിലുണ്ടാവും. ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴത്തെ ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടുക. മിയാവ് 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 പറഞ്ഞ മിയാവ് മിയാവ് മിയാവ്. എന്ത് ബൊമ്മനെ കാണിച്ചെടുത്ത എവിടെ ബൊമ്മ? ഇപ്പോൾ മോള് നേരത്തെ നീച്ചപ്പോൾ മൊബൈൽ ഓണാക്കി വെച്ചോ, മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ കുഴപ്പമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പരത്താനും വേണ്ടിയിട്ട് നിന്ന് ഉമ്മ കുറച്ച് പരത്തി വെച്ചിട്ട് പിന്നെ ഉമ്മക്ക് ഷുഗറിൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള കാരുണ്യ ഹോസ്പിറ്റലിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം കഴിക്കാതെയൊക്കെ ഷുഗർ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കാനും വേണ്ടിയിട്ട് പിന്നെ ഉമ്മ പോയി. ബാക്കിയുള്ളതൊക്കെ ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചപ്പാത്തി പരത്തണ കല്ലുണ്ടല്ലോ, അത് നന്നായി കഴുകിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വേണം ചുട്ടെടുക്കാൻ കേട്ടോ. വെണ്ണൂറൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ പോകാനും വേണ്ടിയിട്ട് നിന്ന്. ചപ്പാത്തിക്ക് എന്താ കറി എന്ന് വെച്ചാൽ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. ഫ്രിഡ്ജിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഹലോ അപ്പോൾ അത് ഇറച്ചി പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. ഇനിയിപ്പോൾ അത് ചൂടാക്കി എടുക്കണം. പിന്നെ ചപ്പാത്തി ഇതവിടെ ഓരോന്ന് ചുട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി ചുട്ടെടുക്കാനുണ്ട്. പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്ക് അപ്പോൾ മക്കൾക്കൊന്ന് മദ്രസയിൽ നിന്ന് ചീരിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടു വരികയാണ്. അതിൽ ഈത്തപ്പഴവും അലുവയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ബാലവാടിയില്ല. ശരി, ബാലവാടി ഉണ്ട്, സ്കൂളില്ല.
പിന്നെ മക്കൾക്ക് ചായ കൊടുത്തിട്ടോ. ചായ കുടിക്കുക ഇന്ന് ചാടി കളിക്കണ മീനാണോ? ചാടി കളിക്കണ തളയുണ്ട്, മത്തിപ്പരല് പറഞ്ഞ പരലുണ്ട്. എത്ര റുപ്യായി കടയില്? എത്ര? എന്താ വേറെ വാങ്ങിയത്? എന്താ മുട്ടായി വാങ്ങിയടാ? ആ എന്തിനാ ഇതെന്താ വാങ്ങിയ? കുടോജി പീടിയെ പോയാ? എന്തിനു പോയി? എന്താ കൈമായി? പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ്. അരിയൊക്കെ കഴുകി കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. എന്താണ് പിന്നെ തീ കത്തിക്കുകയാണ്. അപ്പോൾ വെള്ളം ചൂടായതിനു ശേഷം അരി ഇടണം കേട്ടോ. അത് ഞാൻ നേരത്തെ കഴുകി കൊടുന്ന് വെച്ച്. പിന്നെ അതാ ചായ കുടിച്ച പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ ഷുഗർ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ തളയൻ്റെ മീനാണ് വാങ്ങിയത്. അപ്പോൾ അത് പൊരിച്ചിട്ട് ചിരങ്ങ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചിരങ്ങ പരിപ്പിട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളെ കൊണ്ട് പീടിയൊക്കെ പറഞ്ഞിട്ട് ഓളെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചിട്ട് അരി ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. പച്ചരി ഉണക്കാനുണ്ടായിരുന്നു. അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഷൻ പൊടി ഒന്നും വെച്ചാൽ പച്ചരി അതൊക്കെ ഒന്ന് അപ്പുറത്തെ വീട്ടിൽ വാർത്തുമ്പോൾ പോയിട്ട് ഉണക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ പിന്നെ ചായ കുടിച്ചിട്ട് മുതുതല ആശുപത്രിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷുഗറിൻ്റെ റിസൾട്ട് വാങ്ങിയിട്ട് പിന്നെ മുതുതല നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിരങ്ങക്കറി വെക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ തളേനെ പൊരിക്കാനും വേണ്ടിയിട്ട് അവിടെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിരങ്ങ നുറുക്കിയിട്ട് പിന്നെ അതിൽ പരിപ്പും തക്കാളിയും സബോളയും പച്ചമുളകും നുറുക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അതങ്ങനെ ഗ്യാസുമ്മ വെച്ചതിന് ശേഷം ഞാൻ ആ മീൻ നന്നാക്കാനും വേണ്ടിയിട്ട് പോയി കേട്ടോ. മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് ഞാനത് മസാല ആക്കി വെച്ചിട്ടുണ്ട്. മുളകും മഞ്ഞളും ഉപ്പിട്ടിട്ട് മസാല ആക്കി വെച്ചിട്ടോ. മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം പിന്നെ കുക്കർ തുറന്ന് നോക്കി നോക്കുമ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കടുകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് തൂമിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പത്തിന് മക്കളവിടെ കിടന്ന് തല്ലുകൂടുന്നുണ്ട്. ഓളൊരു വള്ളി ഉണ്ടാക്കിയിട്ട് വള്ളിച്ചാട്ടം കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾ പൈമ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമായി വള്ളിച്ചാട്ടം പഠിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാനും വേണ്ടിയിട്ട് പോയി. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ. ദിവസമായിരുന്നു, വെയിലുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഉണക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ പുറത്തിറങ്ങിയിരിക്കുന്നു കേട്ടോ. പുറത്തിറങ്ങിയിട്ടുള്ളൊരു കളിയാണ്. പിന്നെ അടിച്ചൊരു തുടക്കലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ആ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് പിന്നെ ഇനി പൈക്കാനാവുമല്ലോ വെച്ചിട്ട് ഞാൻ ആ മീനൊക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പിന്നെ ഓർക്ക് പൈക്കുമ്പോൾ ചോറ് കൊടുക്കാമല്ലോ എന്നും വിചാരിച്ചിട്ടോ. അപ്പോൾ അതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. ചിരങ്ങക്കറി ഞാൻ കടുകൊക്കെ ഇട്ടിട്ട്